ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അമേരിക്കയിലെ ഒരു ഉന്നതനായ വ്യാപാരിയും പൊതുപ്രവർത്തകനുമായിരുന്നു ലീ ബാക്സ്റ്റൺ. അദ്ദേഹം ഏതാനും വർഷങ്ങൾ അമേരിക്കയിൽ താൻ താമസിച്ചിരുന്ന ആ സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 2400ഓളം കേസുകൾ അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ജനത്തിൻ്റെ ഇടയിൽ നടന്നതായ ചില കേസുകൾ തീർപ്പ് കൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരേണ്ടതായി വരികയും അദ്ദേഹം അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതിൽ ഈ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരായ അനേകം ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് അദ്ദേഹം ചോദിക്കുമായിരുന്നു, നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചർച്ചിൽ പോയിട്ടുണ്ടോ, നിങ്ങൾ വചനം കേട്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുകയുണ്ടായി എന്ന് ഞാൻ വായിക്കാനിടയായി. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ 2400ഓളം കുറ്റകൃത്യങ്ങൾ ചെയ്തവരിൽ ഭൂരിഭാഗം പേര് ഒരിക്കലും സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, ചർച്ചിൽ പോയിട്ടില്ല. അദ്ദേഹത്തിന് അത് വലിയൊരു ഉൾക്കാഴ്ച കൊടുക്കാൻ ഇടയായി എന്ന് ഞാൻ വായിച്ചു. എന്താണെന്നോ, സൺഡേ സ്കൂളിൽ പോവുകയോ ചർച്ചിൽ പോവുകയോ ദൈവവചനം കേൾക്കുകയോ ചെയ്യുന്നവരിൽ കുറ്റകൃത്യം ചെയ്യാനുള്ളതായ വാസന വളരെ കുറഞ്ഞു വരുന്നതായി അദ്ദേഹം മനസ്സിലാക്കാനിടയായി. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം വചനം കേൾക്കാൻ ഇടയാകുന്നതും ദൈവത്തോട് അടുക്കാൻ ഇടയാകുന്നതും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗങ്ങളിലും വചന ശുശ്രൂഷകളിലും ദൈവിക സാന്നിധ്യമുള്ള രംഗങ്ങളിലും പോയി നാം അതിനോട് ചേർന്ന് നിൽക്കുന്നതെല്ലാം, വചനം പഠിക്കുന്നത്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ, യൗവനക്കാർ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് പോലും അവരുടെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള വാസന കുറഞ്ഞു വരുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് പറയുകയുണ്ടായി. അതേ പ്രിയപ്പെട്ടവർ, അതൊരു സത്യമാണ്. ഈ വചനം നമുക്ക് പാതയ്ക്ക് ദീപമാണ്. അനേകം കുറ്റകൃത്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ, അതിൽ നിന്നും മാറി നിൽക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും തികഞ്ഞവരാണെന്നല്ല പറയുന്നതും, ആ ബുക്കിലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല. എന്നാൽ ഭൂരിഭാഗം പേരും തെറ്റുകളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഈ തിരുവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പോരാ ഔദ്യോഗിക ജീവിതത്തിലും നമ്മളുടെ ദൈവവേലയോടുള്ള ബന്ധത്തിലുള്ളതായ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഈ തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. എല്ലാ മേഖലകളിലും നമുക്ക് ഉണർവും ഉത്സാഹവും സത്യസന്ധതയും വിശ്വസ്തതയും തന്ന് നമ്മെ വഴി നടത്താൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് ഈ വചനക്കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരു വേസ്റ്റല്ല, ഒരു നഷ്ടമല്ല, ഒരല്പം ചെലവഴിക്കുന്ന നഷ്ടമല്ല. ഞങ്ങൾ നിരന്തരമായി പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5:30 ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു യൂട്യൂബിലൂടെ. ഞാൻ അവിടെ ഹാർവസ്റ്റ് ടി വിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. എൻ്റെ പ്രിയ ഭാര്യ പവർവിഷനിലും ഹാർവസ്റ്റ് ടി വിയിലും പാട്ടുകൾ പാടുന്നു. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി എന്ന ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് പാടുന്നു. ഞങ്ങൾ തിരുവചനം പറയുന്നു. ഇത് മാത്രവുമല്ല, ഫോർ മൈ ജീസസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, ഫോർ മൈ ജീസസ് സാജു ആൻഡ് സാലി എന്ന ആ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി ശുശ്രൂഷകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഒരു ലക്ഷ്യമുണ്ട്, എല്ലാവരും യേശുവിനെ കണ്ടെത്തണം, എല്ലാവരും യേശുവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കണം, എല്ലാവരും സമാധാനം പ്രാപിക്കണം, എല്ലാവരും നിത്യസ്വർഗത്തിൻ്റെ ഓഹരിക്കാരായിത്തീരണം, അവകാശികളായിത്തീരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിന്ന് സ്വർഗസമാധാനം അനുഭവിക്കുന്നു കൃപയാൽ. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നരകത്തിൻ്റെ പര്യായമായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ യേശു വന്നതുമൂലം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാം, ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാം മാറ്റങ്ങൾ വരികയും
സ്വർഗ സമാധാനവും സന്തോഷവും ഐക്യവും ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നു. ഈ സന്തോഷം മറ്റുള്ളവർ അനുഭവിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് സമാധാനം തന്ന ക്രിസ്തു, ഞങ്ങൾക്ക് സന്തോഷം തന്ന യേശുക്രിസ്തു, ഞങ്ങൾക്ക് ഐശ്വര്യം തന്ന കർത്താവ്, ഞങ്ങൾക്കൊരു നല്ല ആത്മീയ ജീവിതം, കെട്ടുറപ്പുള്ളൊരു ആത്മീയ ജീവിതം തന്ന യേശുക്രിസ്തു നിങ്ങൾക്കും അത് തരാനിടയാകണം. എല്ലാത്തിലുപരിയായി ഞങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശം തന്ന യേശുക്രിസ്തു നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ, നാം മരിച്ച അക്കരദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ വെച്ച് നിത്യജീവൻ്റെ ഉറപ്പ് തരണം. ആ ലക്ഷ്യത്തോടെ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കൂ. തീർച്ചയായും ഈ വചനം നിങ്ങളെ സന്ദർശിക്കും. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കുറേ ദൂരെ ഇരുന്നായിരിക്കും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്ഥലകാല പരിമിതികളില്ല, സമയപരിധികളില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിക്കും. നാം ചിന്തിച്ചു വരുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അതേ പ്രിയരെ, സത്യമായ ഒരു ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനാണ്, ആ ദൈവം സർവസമ്പന്നനാണ്, ആ ദൈവം സർവജ്ഞാനിയാണ്, ആ ദൈവം സർവവ്യാപിയാണ്, ആ ദൈവം സർവസമ്പന്നനാണ്. സ്തോത്രം. ആ ദൈവം സർവസൈന്യാധിപനാണ്. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നാം തിരുവചനത്തെ അടിസ്ഥാനമാക്കി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനിയും നാം ചിന്തിക്കാൻ പോകുന്നു. യോശുവയുടെ പുസ്തകത്തിൽ മനുഷ്യർക്ക് അസാധ്യമായിരുന്ന ഒരു വലിയ കാര്യം ദൈവം വളരെ ലളിതമായി, ദൈവം പറഞ്ഞത് അനുസരിച്ചത് മൂലം, ആ അനുസരണത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടത് നമുക്കൊന്ന് ചിന്തിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് എക്കാലത്തും ദൈവജനത്തെ നയിക്കാൻ ഒരു ദൈവത്തിൻ്റെ വ്രതൻ വേണം. എക്കാലത്തും അങ്ങനെയാണ്. ദൈവജനത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ, സത്യത്തിൽ നയിക്കുവാൻ, വചനം കൊടുത്ത് അവരെ ശരിയായ പാതയിലൂടെ നയിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലൂടെ അവരെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തിരഞ്ഞെടുക്കാറുണ്ട്. യോശുവയെ തിരഞ്ഞെടുത്തു. യോശുവയോട് ദൈവം സംസാരിച്ചു. യോശുവയോട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ, എറിയോയിലുള്ളവരോട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ദൈവം പറയുകയാണ്, ജയം നിങ്ങൾക്ക് ഉറപ്പാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ധൈര്യത്തോടെയാണ് പോകുന്നത്. അതേ പ്രിയരെ, നാം പാപത്തോടെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾക്ക് ജയം കിട്ടും. കാരണം കാൽവറിയിൽ പാപത്തെ യേശുക്രിസ്തു ജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഏതൊരു കാര്യത്തിന് മുന്നോട്ട് പോകുമ്പോഴും ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജയം കിട്ടും. കാരണം ജയം ഓൾറെഡി കർത്താവ് നേടിക്കഴിഞ്ഞു. അത് നാം വിശ്വാസത്താൽ പ്രാപിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്താണ് ദൈവം പറഞ്ഞ നിർദ്ദേശം? 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. കർത്താവിന് സ്തോത്രം. 7 പുരോഹിതന്മാർ ആട്ടുകൊമ്പുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പട്ടണത്തിന് മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും വേണം. ഒരു വലിയ പട്ടണത്തെ പിടിക്കാൻ പോകുന്നതിന് ദൈവം പറയുന്ന നിർദ്ദേശങ്ങളാണ്. നാം നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഒരു യുദ്ധത്തിന് പോവുക, സൈന്യ സമേതമായി യുദ്ധ പടക്കോപ്പുകളോടുകൂടെ എല്ലാമാണ് സജ്ജമായി ഒരു സൈന്യം പുറപ്പെടേണ്ടത്, ഇല്ലേ? വാളുകളോ കുന്തങ്ങളോ അന്നത്തെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. തേരുകളും രഥങ്ങളും എല്ലാമായി യുദ്ധത്തിന് പോകേണ്ടതാണ്. അമ്പും വില്ലുമായൊക്കെ യുദ്ധത്തിന് പോകേണ്ടതാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, നിങ്ങൾ അമ്പും എടുക്കണ്ട, വില്ലും എടുക്കണ്ട, കുന്തവും എടുക്കണ്ട, വാളും എടുക്കണ്ട. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അതേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കൈക്കരുത്തിനേക്കാളും നമ്മുടെ ആയുധങ്ങളെക്കാളും വലുതാണ് ജീവനുള്ള ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. അനുസരിക്കുന്നവർക്ക് ജയം കിട്ടും. എന്നാൽ ഇത് ചോദ്യം ചെയ്യുന്നവരുണ്ട്. യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ ആയുധം വേണ്ടേ, കുന്തം വേണ്ടേ, പരിച വേണ്ടേ, വാള് വേണ്ടേ, എല്ലാം ചോദിക്കും. അത് മാനുഷിക ബുദ്ധിയാണ്. ദൈവികമായ ആ ജയം കിട്ടണമെങ്കിൽ മനുഷ്യബുദ്ധിക്ക് താഴെ വയ്ക്കണം. ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ ഈ കാലങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൂതുകളും വചനങ്ങളും തരും. നാം അത് എത്ര അനുസരിക്കുന്നു, അനുസരണം പോലെ ഇരിക്കും വിജയം. ഞാൻ ഒരിക്കലും ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പുകവലി നിർത്തണം. അത് കുറച്ച് നിർത്തിക്കൊണ്ട് വന്നാൽ പോരാ, ഒറ്റയടിക്ക് യേശുവിൻ്റെ നാമത്തിൽ അത് നിർത്തണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ച് നിർത്തിയാൽ പോരെ. ഞാൻ പറഞ്ഞു, കുറച്ച് നിർത്തിയാൽ നിർത്താൻ പറ്റുകയില്ല, സാധിക്കുകയില്ല. കാരണം പിന്നീട് അതിൻ്റെ ആസക്തി കൂടി വരും.
യേശുവിൻ്റെ നാമത്തിൽ അത് നിർത്തണം. പ്രിയപ്പെട്ടവരെ, അത് നിർത്തിയോ നിർത്തിയില്ലയോ എനിക്ക് കൃത്യമായി അറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഓരോ പാപങ്ങളിന്മേൽ നാം ജയം നേടുന്നത് നാം ഒരിക്കലായി എന്നേക്കുമായി അതിനോട് യാത്ര പറയുമ്പോഴാണ്, ദൈവത്തിൻ്റെ വചനപ്രകാരം അനുസരിക്കുമ്പോഴാണ്. മദ്യപാനികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, മദ്യം നുരഞ്ഞ് പകരുന്നത് നീ നോക്കരുതെന്ന്. നോക്കുപോലും അരുത്. ഒരുപക്ഷെ ഒന്ന് നോക്കിയാൽ എന്നെ കുഴപ്പം, മനുഷ്യ ചിന്തിക്കും. മോനെ, ആ നോട്ടം നിന്നെ ആഗ്രഹത്തിലേക്ക് നയിക്കും. ആ ആഗ്രഹം നിന്നെ പ്രവൃത്തിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കിയാൽ എന്നെ കുഴപ്പം. കൂട്ടുകാർ പോയിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലൊന്ന് ഇരുന്നാൽ എന്നെ കുഴപ്പം. പിന്നീട് നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള സാധനം ഒന്ന് കഴിച്ചാൽ എന്നെ കുഴപ്പം. പിന്നെ പെർസെൻറ്റേജ് കുറവുള്ള ആൽക്കഹോളുള്ള ഒരു വൈനോ ബിയറോ കഴിച്ചാൽ എന്നെ കുഴപ്പം. കുഴപ്പമൊന്നുമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നീ ഒരു മദ്യപാനിയായിരിക്കും, നീ മദ്യത്തിൻ്റെ അടിമയായിരിക്കും. അതുകൊണ്ട് ദൈവം പറയുന്നത് അനുസരിക്കുക, വചനം പറയുന്നത് അനുസരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ജീവനുള്ള ദൈവം കാലാകാലങ്ങളിൽ നമുക്ക് വിജയം തരുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വചനം തന്നുകൊണ്ട് നമ്മളോട് കൽപ്പിക്കും. അത് നാം തട്ടിക്കളയരുത്. നമ്മുടെ ബുദ്ധിയിൽ നാം മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ വിജയം കിട്ടുമെന്ന് പലരും ചിന്തിക്കും, പക്ഷെ വിജയം കിട്ടുകയില്ല. ഞാൻ നിങ്ങളോട് ആമുഖമായി പറയാം. അല്ല, ഈ തിരുവചന ശുശ്രൂഷ ഇപ്പോൾ തീരാൻ പോവുകയാണ്. അടുത്ത ക്ലാസ്സിൽ, അടുത്ത ശുശ്രൂഷയിൽ എറിവുകോട്ട പിടിച്ചതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചിന്തിക്കാം. എന്നാൽ അതിന് പ്രാരംഭമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, അനുസരിക്കുന്നവർക്കാണ് വിജയം. ഒരു കാര്യം അനുസരിക്കണം. ഒരുപക്ഷെ നിങ്ങളെ നടത്തുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവദാസൻ ഒരു കാര്യം പറയുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾ അനുസരിക്കുന്നുണ്ട്, ദൈവീയ ആലോചന നിങ്ങൾക്ക് കിട്ടുമ്പോൾ എത്രത്തോളം അനുസരിക്കുന്നുണ്ട്. അല്ല, ഒന്നും വേണ്ട, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ എത്രത്തോളം നാം അനുസരിക്കാൻ നമ്മെ തന്നെ താഴ്ത്തുന്നുണ്ട്. അതോ അത് ചില ചോദ്യങ്ങളായി അങ്ങനെ ചെയ്തെങ്കിൽ എന്താണ് എന്നുള്ള ഒരു റിബല്ലിയസ് മൈൻഡോടുകൂടിയാണോ നാം മുന്നോട്ട് പോകുന്നത്? എങ്കിൽ മകനെ, നിനക്ക് വിജയം കിട്ടുകയില്ല. നീ വെറുതെ മണലുകൊണ്ട് കയറ് പിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ നിന്റെ ജീവിതം പാഴാക്കാവുന്നേ ഉള്ളൂ. താഴുക, എല്ലാം വിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ശക്തിക്കോ എൻ്റെ കഴിവിനോ എൻ്റെ വിദ്യാഭ്യാസത്തിനോ മനസ്സിലാകുന്നതല്ല. ദൈവത്തിൻ്റെ വഴികളനുസരിച്ച് താഴുക. അപ്പോൾ ദൈവം നമുക്ക് വിജയം തരും, നമ്മെ ഉയർത്തും. അടുത്ത വചനശുശ്രൂഷയിൽ എറിയോക്കോട്ട ദൈവജനം എങ്ങനെ പിടിച്ചടക്കി, അതിന് വാള് വേണ്ടി വന്നോ, പരിച വേണ്ടി വന്നോ, കുന്തം വേണ്ടി വന്നോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളാരെങ്കിലും പരാജയപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ എറിയോക്കോട്ട പോലെയുള്ളതായി വലിയ വിഘ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഒന്ന് ചെയ്യൂ. ദൈവം പറയുന്നതനുസരിക്കൂ. ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താണിരിക്കൂ. കർത്താവ് നിങ്ങളെ ഉയർത്തും. കർത്താവ് നിങ്ങൾക്ക് വിജയം തരും. ഏത് പാപത്തിന്മേലും വിജയം തരാൻ യേശു ജീവിക്കുന്നു. ആ യേശു നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. നാഥാ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വന്തം ശക്തിയിലുള്ള ആശ്രയം വിട്ടിട്ട്, കർത്താവേ, അങ്ങയുടെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങയുടെ സർവ്വശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങാണ് വലിയവൻ, അങ്ങാണ് സർവ്വസൈന്യാധിപൻ. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. വിജയം അങ്ങയുടെ പക്ഷത്താണ്. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളങ്ങനെ സമർപ്പിച്ചുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കർത്താവ് വിജയം തരും. സ്വർഗീയ പിതാവേ, സ്നേഹം നിറഞ്ഞ കർത്താവേ, ഇന്ന് ജീവിതം സമർപ്പിച്ച ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ വിജയം കൊണ്ട് നിറയ്ക്കണം. അവരുടെ ജീവിതം ഒരു വിജയമായി തീരണം. കർത്താവെ, സ്വന്തം പരിശ്രമം കൊണ്ടല്ല, ആശ്രയം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനല്ലത്രേ എന്നുള്ള ആ ദൈവവചന പ്രകാരം ഇന്ന് ജീവിതം തങ്ങളെ തന്നെ താഴ്ത്തി ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച മക്കളെ അനുഗ്രഹിക്കണം. അവർക്ക് വിജയം നൽകണം. അവരെ ബലപ്പെടുത്തണം. കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുസരിക്കൂ, വിജയം പ്രാപിക്കൂ. താഴൂ, ഉയർച്ച പ്രാപിക്കൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.